ഹലോ, നമസ്കാരം. വികസനത്തിനെ പറ്റിയിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് വെൻ വി ആസ് വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും അനുകൂലിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ ഈ അഭിപ്രായത്തോടാണ്. നിങ്ങൾക്കും യോജിക്കാം, യോജിക്കാതിരിക്കാം, പക്ഷെ പറഞ്ഞ സത്യമല്ലേ. വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇമ്പ്രൂവ് ചെയ്യലാണ്. അപ്പോൾ കേരളത്തിലെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ദർ ആർ 5 ഫാക്ടേഴ്സ് റൈറ്റ് വേർ വി നീഡ് ടു ഫോക്കസ് മോർ. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ. നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഷുഡ് ഗോ ഇൻ എ ലെവൽ ഫോക്കസിങ് പ്രിവെൻറ്റീവ് കെയർ. അപ്പം രണ്ടാമത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ ഓഫ് എഡ്യൂക്കേഷൻ അല്ല, വൊക്കേഷണൽ ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, അങ്ങനത്തെ ഒരു സമ്പ്രദായം ആയിരിക്കണം മുന്നോട്ട് പോകുന്നത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ്. നമുക്ക് കുറേ സ്റ്റാർട്ടപ്സ് പ്ലാൻസ്, പിന്നെ ഓൺടർപ്രീനർഷിപ്പ്, ഇതൊക്കെ തുടങ്ങാനുള്ള യുവാക്കൾക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വി ഷുഡ് ക്രിയേറ്റ് എൻ എൻവയോൺമെൻറ്റ് ടു സസ്റ്റെയിൻ ഇറ്റ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഓഫ് കോഴ്സ് ട്രാൻസ്പോർട്ട്, ഹൗസിങ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ. പിന്നെ ദ ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, പിന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. ഇപ്പം ഇക്കോ ടൂറിസം, അല്ലെങ്കിൽ വി കെയർ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതിനോട്, ഈ അഭിപ്രായങ്ങളോട് യോജിക്കാം, യോജിക്കാതിരിക്കാം. അപ്പം താങ്ക് യു.